മോനെ കുഞ്ഞുട്ടി ഇങ്ങോട്ട് വന്നേ. നീ എവിടേക്കാടാ പോയത്? ഈ വെള്ളം അങ്ങോട്ട് കൊണ്ടുവച്ചേ. ഷിയാബേ ഇങ്ങ് വന്നേ. എൻ്റെ മിടുക്കൊണ്ടേ എൻ്റെ ഗൾഫിൽ പോയ മോൻ ഒരാഴ്ച കൊണ്ട് ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നു. എൻ്റെ കുടുംബത്തിൽ ഇഷ്ടം പോലെ കാശും പണമൊക്കെ ഉണ്ടല്ലോ. എൻ്റെ വാപ്പ ദുബായിലൊക്കെ കിടന്ന് കോടിക്കണക്കിന് ഉണ്ടാക്കുന്നില്ലേ? എനിക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയത്തില്ല. എനിക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള വീട്ടിലല്ലേ, അല്ല പണിക്കും പൊക്കൂടെ? എൻ്റെ വീട്ടിൽ അത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഓളുടെ ഭർത്താവ് ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടത്. ദയവ് ചെയ്ത് ഓൻ്റെ കൂട്ടുകെട്ടങ്ങ് വിട്ടേക്ക്. അവനൊന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കോട്ടെ ഏതെങ്കിലും പണി ചെയ്ത്. ഹലോ, അസ്സലാമു അലൈക്കും ബാറുക്ക്. എന്താ വിശേഷം? സുഖല്ലേ? നമ്മളെ അൻവറിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നല്ല വിശേഷം, അൽഹംദുലില്ലാ. റാഹത്ത. ഞാനിവിടെ ഓഫീസിലാണുള്ളത്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ എങ്ങനെ അവനെ വിളിക്കുക അതോർത്തിട്ട് ഞാൻ വിളിക്കാണ്ടിരിക്കുന്നത്. നീ അവൻ്റെ കൂട്ടുകാരനാണല്ലോ. നീ എന്തായാലും അവനെ കണ്ട് എന്താണ് നിന്റെ തീരുമാനമെന്ന് എന്തായാലും അറിയിക്കുക. എന്തായാലും അവൻ്റെ ജീവിത പ്രശ്നമല്ലേ, എന്തായാലും അതിൻ്റെ ഒരു പരിഹാരം കാണണമല്ലോ. ഇൻഷാ അല്ലാ നാളെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഇത്തിരി അല്പം തിരക്കുണ്ട്. എന്നിട്ട് ഞാൻ അറിയിക്കാം കേട്ടോ. അവൻ എന്തെങ്കിലും പറഞ്ഞാലേ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയുള്ളൂ. അവൻക്കൊരു കുട്ടി വളർന്നു വരികയാണ്. അത് അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ കുട്ടിയുടെ ജീവിതം ഓർത്തിട്ടെങ്കിലും ഈ ഒരു കാര്യത്തിന് ഒരു തീരുമാനം അവനോട് പറയാൻ പറയും. മഹല് കമ്മിറ്റി എന്തായാലും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഓക്കെ ശരിയാക്കാം ഇൻഷാ അല്ലാ. നാളെ ഞാൻ അങ്ങോട്ട് പോവാം. ശരി, അസ്സലാമു അലൈക്കും. എങ്ങനെ ഇപ്പോൾ അവനോട് സംസാരിക്കുക? ഫേസ് ചെയ്യാനും പറ്റില്ലല്ലോ. സുലൈമാൻ ഖാനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയാലോ? ഇവനെന്താ ഫോൺ എടുക്കാത്ത? ഫോൺ കട്ട് ചെയ്ത് കളിക്കാണല്ലോ. അവന്റെ അവസ്ഥ ഇപ്പൊ അതല്ലേ, ടെൻഷൻ ആയിക്കോട്ടെ. ഒന്നും അടിച്ചോക്ക്. ഇവ ഫോൺ എടുത്തില്ലെങ്കിലേ നാട്ടിൽ നിന്നുള്ള വിളി മൊത്തം നമുക്കാ വരുന്നത്. ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നീ എന്ത് ചങ്ങായി ഫോൺ എടുക്കാത്ത? എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുന്നത്? അതൊന്നുമില്ലടാ. നീ എവിടെ, റൂമിലുണ്ടോ? ഞാൻ പുറത്താണ്. എന്താണ്? എനിക്ക് നിന്നെ കാണേണ്ടതായിട്ട് കാര്യം ഉണ്ടായിരുന്നു. റൂമിലല്ല, ഞാൻ പള്ളിയുടെ അവിടെ ഉണ്ട്. എവിടെ? പള്ളീന്റെ അവിടെയാ? എന്താ കാര്യം? ഓക്കെ, ഞാൻ സുലൈമാൻ ഖാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശരി എന്നാ. എന്താ ചെയ്യാ, പെട്ടെന്നുള്ള ഒരു സംഭവം അല്ലേ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നുണ്ടാവും. അപ്സെറ്റ് ആയിട്ടുണ്ടാവും. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണമല്ലോ. എന്താണോ വിളിച്ചിട്ട് നിന്റെ ഫോൺ എടുക്കുന്നില്ലല്ലോ? നീ അവളോട് വിളിച്ച് സംസാരിച്ചിരുന്നു? നീ പറയുന്ന എന്തെങ്കിലും കേൾക്കാൻ അവൾ തയ്യാറായിരുന്നോ? എന്തായാലും നിന്റെ തീരുമാനം അവരെ എങ്ങനെയും അറിയിക്കണമല്ലോ. നീ സമാധാനമായിട്ടിരിക്കുക. പഠിച്ചവൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. തകർന്നു പോയി പറഞ്ഞ് എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നിയ ഞാൻ എന്ത് കുറവാണ് അവൾക്ക് വരുത്തിയിരിക്കുന്നത്. അസ്നൊട്ടിക്ക് ആജിയുടെ മോൻ വിളിച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ അയാൾക്ക്? ഞാൻ എന്ത് പറയാനാ മുബാറക്ക്? നിന്റെ ഭാഗത്തുനിന്നൊരു വിവരം കൊടുക്കണല്ലോ. വോയിസ് വിടാന്നല്ലേ അല്ലേ? ഒരിക്കലൊക്കെ നല്ലത് വോയിസ് ആണല്ലേ. നമുക്ക് എന്തെങ്കിലും മറുപടി കൊടുത്തേ പറ്റൂ. ചത്താ മതി ഇവിടെ കിടന്നിട്ട്. അങ്ങനെയൊന്നും പറയലടാ, എന്നെ ചിന്തിക്കല്ലേ. നീ അവളെ ഓർക്കണ്ട, നിന്റെ കുട്ടികളെങ്കിലും ഓർത്ത്. എല്ലാം ശരിയാവും. വെറുതെ നീ ഒന്ന് ആലോചിച്ച് നോക്കും പറഞ്ഞ. അങ്ങനെയല്ല, നമ്മളൊരു പ്രവാസിയുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയുണ്ടല്ലേ. നീ ഒന്ന് കൂളായിട്ട് ചിന്തിക്കുക. നാട്ടിലും കാട്ടാം ഇവിടെയും കാട്ടും. ഇതൊക്കെ എന്നാ ഞാൻ കൂടെ വീട്ടത് എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല. നാട്ടിൽ പോയിട്ട് 5 വർഷമായി ഞാനിപ്പോ. അറിയോ,
ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? അവളും കുട്ടിയും സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനല്ല ഞാൻ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. നമ്മളെല്ലാരും അങ്ങനല്ലേ അനുറേ? പഠിച്ചോൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു അത്ര തന്നെ. നീ ഒന്ന് സമാധാനമായിട്ട് ചെയ്യും. ഇനി എന്തായാലും ഒരു വോയിസ് വിട്ടണം അല്ലേ? അല്ല, ഒരു വോയിസ് വിട്ടോളാം. ഞാൻ അത് കഴിഞ്ഞല്ലോ പരിപാടി അവിടെ. അവരെന്ത് തീരുമാനിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അവളെ വേണ്ട. എന്റെ ജീവിതത്തിൽ ഇനി അവളില്ല. മെസ്സേജ് വിട്, നിന്റെ തീരുമാനം അറിയിക്കുക. എന്നാലല്ലേ ഒരു അതിനൊരു മെസ്സേജ് വിട്ടണം. ഉണ്ടാവുള്ളൂ. ആർക്കും മെസ്സേജ് അയക്കണ്ടേ? ഇനി പള്ളി കമ്മിറ്റിക്ക് അയച്ചണം. അതാ നല്ലത്. ഞാൻ പിന്നെ- എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിൽ പറയും. അവളെ വാപ്പുണ്ടല്ലോ പള്ളി കമ്മിറ്റിയില്. ആയിക്കോട്ടെ, നീ ഇതിൽ പറഞ്ഞാൽ മതി. അവരും അത് എന്നെ പ്രതീക്ഷിക്കുന്നേ. അതിലയച്ചണം. പ്രിയ മഹല്ല നിവാസികളെ, അൻവറാണ് ഖത്തറിൽ നിന്ന്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഞാനും എൻ്റെ ഭാര്യയാണല്ലോ ചർച്ചാ വിഷയം. അപ്പം അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വോയിസ് വിടുന്നത്. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാം. എൻ്റെ ജീവിതത്തിൽ ഇനി അവൾക്കൊരു സ്ഥാനമില്ല. എന്നെ വേണ്ടാത്തത് കൊണ്ടാണല്ലോ വേറൊരുത്തിനെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയത്. നിങ്ങള് അവളുടെ കുടുംബക്കാരും കുഞ്ഞിപ്പാരും മൂത്താപ്പാരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അറിയാത്തവരും കൂടി ഉണ്ട്, അറിയട്ടെ. എല്ലാവരും അറിയട്ടെ. അങ്ങോട്ട് ആഘോഷിക്കട്ടെ അവരെ അറിഞ്ഞിട്ട്. എൻ്റെ കുട്ടി എനിക്ക് വേണം. ഇവളുടെ കാര്യം പറഞ്ഞിട്ട് ഇന്നൊരാളും ഇനി വിളിക്കാൻ നിൽക്കണ്ട. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇന്ന് മുതല് അവളെനിക്ക് വേണ്ട. അസ്സലാമലൈക്കും. മതിയടാ, നീ എന്തായാലും വോയിസ് വിട്ടില്ലേ? നാളെ അസനുട്ടാജിന്റെ വീട്ടില് ഇവരെല്ലാരും ഒരുമിച്ച് ചേരുന്നു. അവിടെ വെച്ചവർ തീരുമാനിക്കട്ടെ എന്താണ്. നിന്റെ അളിയനെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരും ഉണ്ടാവും. നാളെ അറിയാം തീരുമാനം എന്താണ്. അതിനെ കുറിച്ചിട്ട് കൂടുതൽ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. നീ എന്തായാലും കഴിച്ചിരുന്നോ? എനിക്കൊന്നും വേണ്ട. വാടാ, എണീര്. ഫുഡ് കഴിച്ചിട്ട് പോ. എണീക്കടാ. നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അസൻകുട്ടി ഹാജിറെ മോളിലെ കുഞ്ഞോളിലെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭാസ്കരേട്ടാ, നമ്മളിപ്പോ ഇതിനെന്താ ചെയ്യുക? അൻവർ നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ഹാജരും അതുപോലെ തന്നെ. പക്ഷെ കുട്ടികള് ഇങ്ങനെന്താ പറഞ്ഞത്? ഈ മാലില് വേറെ പെൺകുട്ടികളില്ലേ? ഇച്ചുണ്ടേ 2 പെൺകുട്ടികളെ. അല്ല പിന്നെ അങ്ങനെ വിട്ടാലൊന്നും പറ്റൂല. നമ്മക്ക് ഇതൊന്നും ക്ഷമിച്ചൂടെ? കുട്ടികളല്ലേ, ഈ പല്ലി കുത്തിയിട്ട് വേറൊരാൾക്ക് മണപ്പിക്കാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെ കുട്ടികള് ഒരു ചുമരുമ്പോ ഒന്നും വരച്ചു നോക്കട്ടെ. എത്ര വലിപ്പുണ്ട്? പോത്രക്കാണ് വലിപ്പം ചോളൊക്കെ. എന്നാലും ക്ഷമിച്ചു കൊടുത്തൂടെ നിങ്ങൾക്ക്? ഒലക്കന്റെ മൂടാണ്. എന്തൊക്കെ ക്ഷമിക്കണോ? ഇവിടെ വേറെ പെൺകുട്ടികളൊന്നും ജീവിക്കണ്ടേ? അത് കണ്ടിട്ടാ പഠിച്ചോണ്ട് കത്തി ഇടപെട്ട ശരിയായിട്ടില്ല. അങ്ങനെയല്ല ഇടപെട്ടത്. മഹല്ല് കമ്മിറ്റി മര്യാദക്ക് ഇടപെടണം. നിങ്ങളെന്താ ചൂടാണ് മനസ്സിലാ? അങ്ങനെയാണ് നോക്കി അടക്കേണ്ട ആൾക്കാരാണ് മഹല്ല് കമ്മിറ്റി. ഈ ഉസ്താദ് ഇപ്പൊ അങ്ങനെയല്ല ഇടപെടേണ്ടത്. മുക്രിമലക്ക, ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മുടെ പിള്ളേരെ കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. അതിനൊരു തീരുമാനം ഉണ്ടാക്കല്ലേ വേണ്ടത്? അപ്പൊ അതന്നല്ല ഞാനിപ്പോ പറഞ്ഞ അതിന് ഞാൻ പറഞ്ഞ ഇവിടെ തീരുമാനം ഉണ്ടാക്കിട്ട് പോകാം. നമുക്ക് ഇവരൊക്കെ കൂടിക്കണം അതിന് വേണ്ടിയിട്ടാണ്. ഇരിക്കും ഉസ്താദെ, ഇരിക്കട്ടാ അവിടെ ഇരിക്കും. മഹല്ല് ഗ്രൂപ്പിൽ അൻവർ ഒരു വോയിസ് വിട്ടിട്ടുണ്ട്. ഇതൊന്ന് കേട്ടോ നിങ്ങള്. പ്രിയ മഹല്ല നിവാസികളെ, അൻവറാണ് ഖത്തറിൽ നിന്ന്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഞാനും എൻ്റെ ഭാര്യയാണല്ലോ ചർച്ചാ വിഷയം. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാം. എൻ്റെ ജീവിതത്തിൽ ഇനി അവൾക്കൊരു സ്ഥാനമില്ല. എന്നെ വേണ്ടാത്തത് കൊണ്ടാണല്ലോ വേറൊരുത്തിനെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയത്. എൻ്റെ കുട്ടി എനിക്ക് വേണം. ഇവളുടെ കാര്യം ഞാൻ അപ്പളേ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഒറ്റ കാര്യമുള്ളൂ. ഓന്റെ നിക്കാഹ് നമുക്ക് ഇവിടെ ഇന്നത്തെ പറ്റൂല. വോയിസ് നിങ്ങൾ കേട്ടില്ല സാർ. ഈ കുട്ടികള് പറയണത് നിങ്ങൾ കേൾക്കണേ. ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് എന്താ പറയാ അതൊന്നും നമ്മൾ കേൾക്കാം. എന്നാ അതൊന്ന് കേട്ടിക്കേ, ഇങ്ങോട്ട് ബാക്കില്ല തീരുമാനിക്കുക നിങ്ങൾ. ആയിക്കോട്ടെ, വിളിച്ചോലെ മക്കളോട് വിളിച്ച ഇങ്ങോട്ട് വിളിച്ചാണി പോലെ. അല്ല, അതിനിപ്പോ എന്താ ഈ മാത്രം പറയാനേ? ഓളിഞ്ച ഫ്രണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ കാര്യം അറിഞ്ഞ മേതക്ക് ഇങ്ങനെ വലിച്ചൊരു മേതക്ക് എടുക്കുക. ഇതൊന്നുമല്ല, ഞങ്ങൾ സാധാ സീത എപ്പോഴും കാണുന്നമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എന്താ ഈ മാത്രം ഉണ്ടായത് ഇപ്പൊ ഇവിടെ? ഫ്രണ്ടോ? അങ്ങനെ കണ്ടിട്ടത് ഉസ്താദങ്ങൾ കേൾക്കണം. എന്റെ മാർച്ചയിലും 2 പനത്തിന്റെ വളി ഓന് മൊബൈൽ റീൽസ് എടുക്കാൻ ഐഫോൺ കാണുന്നതൊക്കെ ഞാൻ ഓന് വാങ്ങിക്കൊടുത്തതാണ്. നീ എപ്പോ പൊന്നാണ് പച്ചെന്നാണ് പറയണേ? ഞാൻ ഈ ഒരു സാധനമായില്ല. ഞാൻ പറഞ്ഞത് സത്യ. സത്യം ചെന്ന് തന്നോളെ എനിക്ക് അതൊന്നും ഓർമ്മയില്ലല്ലേ? ഓർമ്മ വെച്ച് തരേണ്ടത് നല്ല ഓർമ്മ ഉണ്ടാവുള്ളൂ. ഞാൻ ഇതൊന്നും ചേരട്ടെ, ഞാൻ ഇതൊന്നും ഇടവില്ല. ഓടിച്ച ഫ്രണ്ട് അല്ലാത്ത വേറൊരു രീതിയിൽ ബന്ധം ഞങ്ങൾ തമ്മിലെടുത്തു. ഞാൻ എന്നെ വിശ്വസിച്ച് പോയി. എനിക്ക് ഏതാ എന്റെ അൻവറിന് വേണം. എനിക്ക് എന്നെ മതി. കാര്യമില്ല.
അതൊന്നും നടക്കുന്ന കാര്യമല്ല ഉസ്താദ്. അതൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ ഫ്രണ്ട് അല്ലാത്ത രീതിയിൽ ഞാൻ ഇവിടെ നിന്നില്ല. അതൊക്കെ നോണ പറയണ ഉസ്താദ്. ഇവള് മഹർ ഊരി കൊടുത്തതും മൊബൈൽ വാങ്ങി കൊടുത്തതും അവൻ അയച്ചു കൊടുത്ത ക്യാഷ് എടുത്തു കൊടുത്തതും അതൊന്നും മഹൽ കമ്മിറ്റി അറിയേണ്ട കാര്യമല്ല. അതൊക്കെ നിങ്ങൾ പോലീസ് വഴി എന്താ വേണ്ടിച്ചാ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ. അവളുടെ ഉമ്മ ഇവിടെ ഉണ്ടല്ലോ, ഉമ്മ പറയട്ടെ, അതിന് മറുപടി ഉമ്മ പറയട്ടെ. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അതല്ല എന്റെ ശരി? ഞാനിപ്പോ എന്താ പറയാ, മഹല്ല് കമ്മിറ്റി എന്താ തീരുമാനിക്കുന്ന വെച്ചാൽ അത് തന്നെ എന്റെ തീരുമാനം. ഉമ്മല്ലേ മോളെ നോക്കി വളർത്തിയത്. ഉമ്മ നോക്കേണ്ടിയിരുന്നു മോളെ എവിടെ പോകുന്നു, എവിടുന്ന് വരുന്നു, ഏത് പാതിരക്ക് കയറി വരുന്നു ഉമ്മ നോക്കേണ്ടിയിരുന്നു. ഉമ്മ തീരുമാനം എടുക്കണം, എന്നാലും ഞങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ലേ? അതല്ല എന്റെ ശരി? ഉമ്മ പറയണം, ഉമ്മ പറയും ഞങ്ങൾ എന്താ ചെയ്യേണ്ടിച്ച ഉമ്മ പറയും. അതിനനുസരിച്ച് മഹല്ല് കമ്മിറ്റി പിന്നെ ഇവിടെ കൂടിയവരെല്ലാരും പാടെ ഒരു തീരുമാനം എടുക്കും. ഞാൻ പ്രസവിച്ചു പോയിന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. എനിക്കൊരു മോനുണ്ടല്ലോ, അവ മതി. ഇനി ഇങ്ങനെ ഒരു കുടുംബത്ത് വേണ്ട. ഉമ്മ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അൻവറിന്റെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അല്ലാതെ വേറൊരു വഴി ഇവിടെ ഇല്ല. അത് ചെയ്യാൻ നമുക്ക് ഇവരെ സ്വർണം പോയോ മൊബൈലിൽ പോയോ അത് എന്ത് വേണം അവർ പോലീസ് വഴി നോക്കട്ടെ. അതിലേക്ക് മഹല്ല് കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ശരി അല്ലേ? മക്കൾക്കുള്ള ഡ്രസ്സെല്ലാം എടുത്തോ? ഞാൻ എടുത്ത് മകൾക്ക് വർഷത്തിൽ ഒരു നാൾ ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അസ്സലാമലൈക്കും. ഇത് മുബാറക്. അല്ലടാ, എൻ്റെ പെണ്ണിൻ്റെ പുതിയ ഫോട്ടോയും വീഡിയോസും വന്നിക്കണല്ലോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ. ഭയങ്കര ഷെയറിങ് ആണല്ലോ. എന്താ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചെക്കന്മാർ ആവേശം എന്നറിയാം. എന്തിനാ ജീവിക്കണത്? സ്വന്തം പെണ്ണുങ്ങളെ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ ചെറിയ ചെറിയ ചെക്കന്മാരാണ് ഇതൊക്കെ ഓരോന്ന് പറയണത്. ഫുൾ വീഡിയോ കിട്ടുമോ? ല്ലോ ഗൾഫിൽ ഇങ്ങനെ പോയി നിൽക്കണം. എന്തിനാ ജീവിക്കണത്? ചൂടണ്ടേ? அண்ணா நீ வரல திரும்பி வரலான்னு இன்னும் எதுக்கு வந்த? நூறு கொள்ளலாம் பெரிய பிரச்சனைடா. ஆண்டா பெரிய தொந்தரவு, வீட்டு தொந்தரவு, குடும்ப தொந்தரவு, எல்லாம் நகையெல்லாம் வச்சுட்டு ரொம்ப பிரச்சனையில் ரொம்ப கஷ்டப்பட்டு வந்திருக்கேன். இன்னும் ஒரு கொள்ளத்தில் இருந்துட்டு அதோட திரும்பி நான் போயிடுறேன். അപ്പോൾ വീടാക്കിയില്ലേ? வீடு லோன் எடுத்து சரியான கஷ்டத்தில் போய் நகைலாம் வச்சா? நகைலாம் வச்சு எல்லாம் வச்சு ரொம்ப கஷ்டத்தில் இருக்கேன். இப்போ வந்துட்டு இன்னும் ஒரு கொள்ளை இருந்துட்டு திருப்பிட்டு அதுக்கப்புறம் நான் அண்ணா നിഴലുകൾ